സാൻഡ് ആംഗിൾ ആർട്ട് പാർട്ട് 2. അപ്പോൾ ഈ വരച്ച് ഇന്ന് നമ്മളൊരു അടിപൊളി ആർട്ടാണ് ചെയ്യാൻ പോണത്. ഈ വരയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ് വരച്ചത്. കാരണം എല്ലാ കോളവും സെയിം അളവായിരിക്കണമെന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആ വരകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കോളവും സെയിം ആയിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ പിന്നെ വരച്ചത് പെൻസിൽ കൊണ്ടാണ്. അത് പെൻസിൽ കൊണ്ട് വരച്ചാൽ നമ്മൾ ഡാർക്കനാക്കി വരക്കണ്ട. അതൊക്കെ നിങ്ങൾക്ക് വരച്ചേക്കാൻ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ അത് വെച്ച് സൈഡിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വരച്ചാൽ മതി. പിന്നെ ഇതും ഞാൻ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഭയങ്കര മടുപ്പായിട്ട് തോന്നും. പിന്നെ വരച്ച് വരുമ്പോഴത്തേക്കും ഭംഗി കൂടി വരും. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. എന്തായിരിക്കും ലാസ്റ്റ് അടിപൊളിയായിരിക്കും അല്ലേ കാണാൻ എന്നുള്ള രീതിയിൽ. അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റൊക്കെ വരും. ഭയങ്കര മടുപ്പുള്ള പരിപാടിയാണ്, എനിക്കും അറിയാം. പക്ഷേ നമ്മൾ കൂടുതൽ നേരം ഇരിക്കാം, നമ്മൾ കോൺസെൻട്രേഷൻ കൂടും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്താൻ തോന്നത്തില്ല. എന്തായിരിക്കും ഫൈനലിൽ എങ്ങനെ കാണാൻ ഉണ്ടാവും എന്നൊക്കെ ഓർത്തൊരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒന്ന് ചെയ്തോളും. നമ്മൾ ഇന്നലെ ചെയ്തതിനേക്കാളും കൂടുതൽ ടൈം വേണം ഇത് ചെയ്യാനായിട്ട്. അതുമാത്രം എനിക്ക് തോന്നിയുള്ളൂ. കാരണം ഇതിനകത്ത് കുറേ ലൈൻ നമ്മൾ വരക്കണതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ടൈമുണ്ട്. അത് നമ്മൾ അടുത്ത ഇത് വരക്കുമ്പോഴത്തേക്കും ആ എൻഡിൽ തന്നെ വരക്കാൻ ശ്രമിക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. എനിക്ക് നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടും. എനിക്ക് കിട്ടിയെങ്കിൽ എല്ലാവർക്കും കിട്ടും. ഏത് കുഞ്ഞു പിള്ളേർക്കായാലും ഇതൊക്കെ അങ്ങോട്ട് ചുമ്മാ വരച്ച് അങ്ങോട്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഷൈൻ ചെയ്യാമെന്നൊന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. Please like and subscribe.